നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തുപറ്റി? മുറിയിൽ നിന്ന് എന്തെങ്കിലും കാണാതെ പോയോ? എന്താ സുമി, വല്ല മാലയോ മറ്റോ ഊരി വെച്ചതാണോ? അല്ല, ഇന്ന് പുതിയ സെർവന്റ് മുറിയൊക്കെ ക്ലീൻ ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെ അങ്ങനെ മോഷ്ടിച്ചിട്ടൊന്നുമില്ല. എന്നാലും പറയാൻ പറ്റില്ലല്ലോ. അവസരങ്ങളല്ലേ മനുഷ്യരെ കള്ളന്മാരാക്കുന്നത്. എന്താ ഗിരി, കാണാതെ പോയത് എന്താണെന്ന് പറഞ്ഞാ അന്വേഷിക്കാൻ ഞാനും കൂടെ കൂടാ. ഇല്ല സാരമില്ല, എന്റെ ഒരു ഓഫീസ് ഫയലിന്റെ കാര്യം പറഞ്ഞു. ഓ, അത്രേ ഉള്ളൂ. അല്ല, ഞാനിപ്പോ വന്നത് നാളെ പകല് നീ ഇവിടെ ഉണ്ടാവണമെന്ന് പറയാനാ. എന്താ എന്താ കാര്യം? നിതീഷിന്റെ കല്യാണത്തിന്റെ മുഹൂർത്തം കുറിപ്പിക്കാൻ നമ്മുടെ ശങ്കരം പോറ്റി ജ്യോത്സ്യരോട് നാളെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ, ഞാനുണ്ടാവും. പിന്നെ കല്യാണം വളരെ ലളിതമായിട്ട് നടത്തിയാ മതിയെന്ന എന്റെ ഒരു അഭിപ്രായം. എന്താ മോൾക്ക് തോന്നുന്നേ? അല്ല, എന്റെ അഭിപ്രായം മാത്രം നോക്കണ്ട കേട്ടോ. സുമിയുടെ വീട്ടുകാരോടും കൂടി ചോദിച്ചിട്ട് മതി. അതിനൊക്കെ സമയമുണ്ടല്ലോ അമ്മേ, നമുക്ക് തീരുമാനിക്കാം. എന്നാ പിന്നെ അങ്ങനെയാവട്ടെ. അത്താഴം എടുത്തു വെച്ചിരിക്കുന്നു, രണ്ടാളും കഴിക്കാൻ വാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സുമി. ഇവരുടെ സ്വഭാവം എനിക്ക് വായിച്ചെടുക്കാനും പറ്റുന്നില്ല. ഈ കഴിഞ്ഞ 10-35 വർഷം മുഴുവനും അവരെന്നോട് നന്നായിട്ട് മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. ഇപ്പോഴും നിതീഷിന്റെയും നന്ദിതയുടെയും കല്യാണക്കാര്യത്തിൽ എത്ര നല്ല തീരുമാനങ്ങളാണ് അവരെടുത്തിട്ട് പോയത്. ഇത്രയും നല്ല മനസ്സ് കാണിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് എന്റെ അച്ഛനോട് അങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ പറ്റുക? അറിഞ്ഞതും ചിന്തിച്ചു കൂട്ടിയതുമെല്ലാം തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നിപ്പോവുക. എല്ലാത്തിന്റെയും ഉത്തരം ആ ഡയറിയിലുണ്ടായിരുന്നു. എല്ലാ സംശയങ്ങളുടെയും ഉത്തരം ആ ഡയറി നമുക്ക് തരുമായിരുന്നു. പക്ഷെ ഇനി ഈ പുകമറയിൽ നിന്ന് ഇനി ഒരിക്കലും എനിക്ക് പുറത്തിറങ്ങാനാവില്ല. തെളിവുകളില്ലാതെ ആരും തെറ്റുകാരാണെന്ന് പൂർണ്ണമായി മുദ്രകുത്താനാവില്ല. നിരപരാധികളെ പോലും സംശയത്തിന്റെ കണ്ണിലൂടെ അല്ലാതെ നോക്കാതിരിക്കാനും ആവില്ല. വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് സുമി നീ എന്നെ കൊണ്ടെത്തിച്ചത്. നമ്മളെല്ലാവരെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയ സ്ത്രീയാണ് ഗിരി. ഗിരിയുടെ സംശയങ്ങളൊന്നും അസ്ഥാനത്തല്ല. ആരും നിരപരാധികളല്ല. മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത പ്രവൃത്തികളാ അവർ ഈ കുടുംബത്തിനോട് ഈ നിമിഷം വരെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതൊന്നും തുറന്നു പറയാനാവാതെ വായ മൂടിക്കെട്ടിയ അവസ്ഥയിലായിപ്പോയി ഞാൻ. എന്താ ഇന്നലെ നീ ജ്യോത്സ്യം തുടങ്ങിയോ? എടുപിടിന്ന് കല്യാണം നടത്തുമ്പോ നല്ല ദിവസവും മുഹൂർത്തമൊക്കെ നോക്കിയില്ലെങ്കിലേ പണി കിട്ടും. അതിനല്ലേ ജ്യോത്സ്യന്മാരെ കൊണ്ടുവന്ന് അവര് മുഹൂർത്തം നോക്കിക്കുന്നത്. അനുരാധ ഏർപ്പാടാക്കുന്ന ജ്യോത്സ്യര് ഏത് തരക്കാരനാണെന്ന് നമുക്കെങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ ചക്രപാണി ജ്യോത്സ്യരെ മറ്റോ ആയിരുന്നെങ്കിലേ നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ ചക്രപാണിയെ വിളിക്കാൻ പറയാം. അതിപ്പോ അവര് സമ്മതിക്കോ ചന്ദ്രേട്ടാ? അവർക്ക് അവരുടെ സെറ്റപ്പിലുള്ള ജ്യോത്സ്യന്മാരൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ പിന്നെ ഇത് രണ്ടും കൂടി പറയരുത്. എന്തായാലും ഞാൻ പഞ്ചാംഗം നോക്കി നമ്മുടെ സൗകര്യത്തിന് പറ്റിയ ഒരു തീയതിയും കുറിച്ച് നാളെ പോകും. അച്ഛാ, ഈ മുഹൂർത്തത്തിലും സമയത്തിലൊന്നും ഒരു കാര്യമില്ല അമ്മേ. നിധിയേട്ടനും ഈ ജാതകത്തിലും മുഹൂർത്തത്തിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. പിന്നെ നാളത്തെ ചടങ്ങ് അതൊരു ഗെറ്റ് ടുഗദർ പോലെ കൂട്ടിയാ മതി. നാളെ നീ ലീവ് പറഞ്ഞിട്ടില്ലേ? ലീവോ? എന്തിന്? അപ്പോ നന്ദുവിന്റെ മുഹൂർത്തം കുറിപ്പിക്കുന്ന കാര്യമൊക്കെ നീ മറന്നുപോയോ? അതിന് നിങ്ങൾ എല്ലാരും കൂടി അങ്ങ് പോയാ പോരെ? ശ്രീ, ഇത് കുട്ടിക്കളിയല്ല. കുടുംബക്കാരെല്ലാരും കൂടി ഒത്തുചേർന്ന ഒരു ചടങ്ങാ.
അതിന് നിന്നെ കണ്ടില്ലെങ്കിൽ ചോദ്യം വരും. അതുകൊണ്ട് നീ വന്നേ പറ്റൂ. എനിക്ക് നാളെ ഓഫീസിലെ ഓഡിറ്റ് നടക്കുന്ന ദിവസമാ. ഒരു കാരണവശാലും ലീവ് എടുക്കാൻ പറ്റില്ല. എന്തായാലും ദേ ഇവള് വരുന്നുണ്ടല്ലോ. അവനിപ്പോഴും നിതീഷിനോടുള്ള വിരോധം മാറിയിട്ടില്ല. അത് തന്നെ കാര്യം. മോനെ ശ്രീകുട്ട, ചില സാഹചര്യത്തില് ചില മനുഷ്യരോട് നമുക്ക് ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നും. സ്വാഭാവികം. പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് മാറണം. മറ്റൊരാളോടുള്ള വെറുപ്പ് നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നതേ ഒരു തീക്കനൽ സ്വന്തം കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നത് പോലെയാ. അത് പൊള്ളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ തന്നെ ആയിരിക്കും. എന്നാലും എന്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം വന്നപ്പോ ശ്രീയേട്ടൻ ഇങ്ങനെ തന്നെ പെരുമാറിക്കളഞ്ഞല്ലോ. നീ അതൊന്നും കാര്യമാക്കണ്ട. അവൻ വരുന്നില്ലെങ്കിൽ വരണ്ട. അവനില്ലെന്ന് വെച്ചേ നാളത്തെ ചടങ്ങിന് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ടും നിതീഷ് ഏട്ടനോടുള്ള ശ്രീയേട്ടന്റെ മട്ടും ഭാവം ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ശരിയാവും അമ്മേ? നന്ദു, ശ്രീയുടെ കാര്യോർത്ത് നീ ടെൻഷൻ ആവണ്ട. ഒക്കെ മെല്ലെ മെല്ലെ ഞാൻ പറഞ്ഞ് ശരിയാക്കി എടുത്തോളാം. ഇതല്ലേ നീ മുറിയിൽ തിരഞ്ഞ സാധനം? ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നേ? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഒരു പരിപാടിയുണ്ട്. ഇന്ദ്രജാലം, മഹേന്ദ്രജാലം. ഇതിൽ എഴുതിയിരിക്കുന്ന ഡോക്ടർ ഹാഷിം ഹുസൈന്റെ പൈങ്കിളി കഥകൾ നീ വായിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അയാൾ ഇതിൽ എഴുതിയിരിക്കുന്നതേ എല്ലാം 100% സത്യവും. എന്റെ കയ്യിൽ നിന്ന് പൂത്ത പണവും വാങ്ങി ഈ തരവഴി മുഴുവൻ കാട്ടിയിട്ട് അവൻ തെളിവിനായിട്ട് ഈ ഡയറിയിൽ എല്ലാം എഴുതി വെച്ചിരിക്കുന്നു. മിണ്ടാനും പറയാനും വയ്യാതെ ഒരു വശം തളർന്നു കിടക്കുമ്പോ കിളവന് കുറ്റബോധം തോന്നിക്കാണും. അതാ ഗിരിയെ വിളിച്ച് ഈ സംസാരിക്കുന്ന തെളിവുകൾ കൊടുത്തത്. എന്നെക്കുറിച്ചും ഉണ്ടല്ലോ കുറെ കഥകള്. ഇതൊക്കെ വായിച്ചിട്ട് എന്ത് തോന്നി? ഉറപ്പാ തോന്നി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.